ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കകം, അതായത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 മിനിറ്റ് കൊണ്ട് കുക്കറിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണി അരി വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ ബിരിയാണി അരി വേവിച്ചെടുക്കാമെന്നുള്ള ടിപ്പ് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ ഈ ഒരു വീഡിയോ കാണണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇനി ഈ റെസിപ്പി തന്നെ ട്രൈ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ജോലി തിരക്കുള്ളവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുതേ. ഞാനിവിടെ ഒരു 3 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഒരുപാട് നീളമുള്ള അരിയല്ല, ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 5-6 മിനിറ്റിൽ ബിരിയാണി റെഡിയാക്കാമെന്ന് പറഞ്ഞതിൽ ഞാൻ ഈ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്ന സമയം കൂട്ടിയിട്ടില്ല. ഇനി നമുക്ക് അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അത് നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൊന്ന് തിരുമ്മിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കുന്ന സമയത്ത് സവാള നല്ല പിഴിഞ്ഞ് വേണം വറുത്തെടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഞാനിവിടെ 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കശുവണ്ടിയും മുന്തിരിയും എടുത്തിട്ടുണ്ട്. കശുവണ്ടിയും മുന്തിരിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടും കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന സവാള വറുത്തെടുക്കാം. നല്ലതുപോലെ പിഴിഞ്ഞിട്ട് വേണം നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാനായിട്ട്. സവാള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ആ നെയ്യിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും വഴറ്റിയെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അരി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അരി നമുക്ക് കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അരിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കുക്കറിലാണ് ഈ ഒരു അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങളാണിത്. ഒരു വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 10 ഗ്രാമ്പും 10 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുത്തതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് അരി കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് 1 നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ്. നാരങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അടുപ്പിൽ വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ 3 മിനിറ്റിൽ എങ്ങനെയാണ് ബിരിയാണി അരി വേവിക്കുന്നത് എന്നുള്ള ടിപ്പ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ വിസിലിടാതെയാണ് അടച്ച് വയ്ക്കുന്നത്.
ഇനി ഈ വിസിലിൻ്റെ ഭാഗത്തു കൂടി നന്നായിട്ട് ആവി വരണം. ചെറിയ രീതിയിലല്ല, നന്നായിട്ട് ആവി വരണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വിസിലിടാതെ അടച്ചു വെക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ വിസിലിട്ട് കൊടുക്കുവാണ്. വിസിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. കറക്റ്റ് 3 മിനിറ്റ്. 11 മണിക്കാണ് വെക്കുന്നതെങ്കിൽ 11:03 ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ബിരിയാണി റെഡിയായോ എന്നറിയാനായിട്ട് കുക്കർ തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒട്ടും കട്ട കെട്ട് ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി തിരക്കൊക്കെ ഉള്ളവർ ഇതുപോലെ ബിരിയാണി അരിയൊക്കെ വേവിച്ച് വെച്ചാൽ നമുക്ക് പിന്നെ ആവശ്യം അനുസരിച്ച് റെഡിയാക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസും ഫ്രൈ ചെയ്ത സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ അരി വറുത്തിട്ടുള്ള ആ ഉരുളി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ബിരിയാണി ചോറ് ഞാനിവിടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും സവാളയും കാഷ്നട്ടും കിസ്മിസും ആ കൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജോലി തിരക്കുള്ളവർക്കും ബാച്ചിലേഴ്സിനൊക്കെ കുക്കറിൽ 3 മിനിറ്റിൽ ഇങ്ങനെ ബിരിയാണി അരി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പായിട്ട് വെജിറ്റബിൾസും കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ചൂടോടെ കഴിക്കാവുന്നതാണ്. കുക്കർ അപ്പോൾ തന്നെ തുറന്ന് നോക്കണമെന്നൊന്നുമില്ല. നമ്മൾ രാവിലെ അരി വേവിച്ച് വെച്ചിട്ട് വൈകിട്ട് തുറന്നാൽ പോലും വെന്ത് പോകുമൊന്നുമില്ല. കറക്റ്റ് പാകമായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ബിരിയാണി ചോറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അതോടൊപ്പം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഈ ബിരിയാണി ചോറ് ഞാൻ സെർവ് ചെയ്യുന്നത് ചില്ലി ചിക്കൻ്റെ ഒപ്പമാണ്. ആ കൂടി കച്ചമ്പറും ഉണ്ട്, പപ്പടം ഉണ്ട്, നാരങ്ങാച്ചാറും ഉണ്ട്. നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.